لله نحمده ونستعينه ونؤمن به ونتوكل عليه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സമൂല തലങ്ങളിലും രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ സാർത്ഥകമാക്കിയും നല്ലവരായി സൽസ്വഭാവികളും സത്യസന്ധരും മാതൃകായോഗ്യരുമായി ജീവിക്കണമെന്ന് ഗൗരവപൂർവ്വം എന്നെയും നിങ്ങളെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ പടിവാതിക്കലാണ് നാം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ശഅബാൻ മാസം 17-ാം തീയതിയാണ്. ഈ വരുന്ന ഈ മാസം ഫെബ്രുവരി 19-ാം തീയതി റമളാൻ ആരംഭിക്കുകയാണ്. വ്രതാനുഷ്ഠാനം മുസ്ലിം ലോകം ഒരാവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു ഇബാദത്താണ് എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, വർഷത്തിൽ ഒരു പ്രാവശ്യം റമളാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുവാൻ വേണ്ടി നാം അതല്ലെങ്കിൽ മുസ്ലിം ലോകം പ്രകടിപ്പിക്കുന്ന അഭിനിവേശം, അതല്ലെങ്കിൽ അതിനോടുള്ള ആവേശം ചിലപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്, അതൊരു അമിതാവേശമായി മാറുന്നുണ്ടോ എന്ന്. കാരണം ഇൻഷാ അല്ലാഹ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വ്രതത്തിന് അറബിയിൽ പറയുന്ന വാക്ക് സൗമ എന്നാണ്.
സൗമ എന്ന പദത്തിന് ഭാഷാപരമായി നൽകുന്ന വ്യാഖ്യാനം ഇംസാക്ക് എന്നാണ്. തടഞ്ഞു വയ്ക്കുക, പിടിച്ചു വയ്ക്കുക എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഇത് ഭാഷാപരമായി അതിൻ്റെ അർത്ഥമാണെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ അതിന് സാങ്കേതികമായ ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. സാങ്കേതികമായ അതിൻ്റെ അർത്ഥകൽപ്പന എന്ന് പറയുന്നത് അത്തഅബ്ബുദു ലില്ലാഹ് സുബ്ഹാനഹു വ തആല വൽ ഇംസാകു അലൽ അക്ലി വശുർബ് വസായിരിൽ മുഫത്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. ഒക്കെ പരിചയമുള്ള കാര്യം തന്നെയാണ്. നിർവചനം വായിച്ചപ്പോൾ അല്പം ദൈർഘ്യം തോന്നിയെങ്കിലും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. സാങ്കേതികമായ ഭാഷയിൽ വ്രതമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത്തഅബ്ബുദു ലില്ലാഹ്, അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അത്തഅബ്ബുദു ലില്ലാഹ് ലാ മഅബൂദ ലിൽ ഇബാദത്തി ഇല്ലല്ലാഹ്. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിൻ്റെ അർത്ഥം. ആരാധന അർപ്പിക്കുവാൻ തരപ്പെട്ടവനായി സാക്ഷാൽ ആരാധ്യനായ അല്ലാഹുവല്ലാതെ ഒരുവനുമില്ല എന്നുള്ള ആ പ്രഖ്യാപനം അതന്വർത്ഥമാകുമാറ് അള്ളാഹുവിന് അർപ്പിക്കുന്ന ഇബാദത്താണ് റമളാനിലെ വ്രതാനുഷ്ഠാനം. ഐച്ഛികമായാലും നിർബന്ധമായ റമളാനിലെ വ്രതാനുഷ്ഠാനമാണെങ്കിലും അത് അള്ളാഹുവിന് അർപ്പിക്കുന്ന ഇബാദത്താണ്. അതോടൊപ്പം തന്നെ വൽ ഇംസാകു അലൽ അക്ലി വശുർബി, അതിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളായി പ്രകടിപ്പിക്കപ്പെടുന്ന കാര്യമാണ് അന്നപാനീയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത്, അതൊഴിവാക്കുക എന്നുള്ളതും. വസായിരിൽ മുഫത്തിറാത്ത്, നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതും. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, ഫജർ സ്വാദിഖ് മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയം. ഇതാണ് നോമ്പിൻ്റെ സാങ്കേതികമായ വിവക്ഷ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ജീവിതത്തെ വിമലീകരിക്കുക, വിശുദ്ധമാക്കുക എന്നുള്ളതാണ്. നോമ്പനുഷ്ഠിക്കാൻ നമ്മോട് പറഞ്ഞപ്പോൾ ആദ്യ വചനത്തിൽ തന്നെ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യവും യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടത് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ മേൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, ഖുത്ബയുടെ ആമുഖത്തിൽ കേട്ട മുത്തഖീങ്ങളായി തീരുക എന്നുള്ള ലക്ഷ്യമാണ്. ലഅല്ലക്കും തത്തഖൂൻ, ദോഷബാധയെ കാത്തു സൂക്ഷിക്കുന്നവരാകുവാൻ വേണ്ടി, ജീവിതം നിർമ്മലമായി തീരുവാൻ, സംശുദ്ധമായി തീരുവാൻ, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുവാൻ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നന്നാകുവാൻ വേണ്ടി എന്നാണ്. പച്ചയായ മലയാളത്തിൽ അതിൻ്റെ വിവക്ഷ എല്ലാ അർത്ഥത്തിലും നമ്മൾ നന്നാകുക എന്നുള്ളതാണ്. എപ്പോഴാണ് നന്നാകുക? നന്നാകാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതാണ് എൻ്റെ വിഷയം. നന്നാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കേടായ വസ്തു സ്വയം നന്നാവുകയില്ല എന്ന് നമുക്കറിയാം. അത് അനിവാര്യമായും അതിന് നടത്തേണ്ട പാച്ച് വർക്കുകൾ നടത്തണം. മാറ്റേണ്ട പാഴ്സൊക്കെ മാറ്റി അത് പുതുപുത്തനാക്കുമ്പോഴാണ് നന്നായി തരിക. തന്നെ ഒരു സാധനവും നന്നാവുകയില്ല. ഒരു മാസക്കാലം നമ്മൾ ജീവിതശൈലിയൊക്കെ മാറ്റി സ്വസ്ഥമായി വീട്ടിൽ വിശ്രമിച്ചാൽ നന്നാകും എന്ന് പറയാൻ പറ്റില്ല. ഇത് നന്നാകാൻ വേണ്ടിയല്ല നമ്മൾ വ്രതമനുഷ്ഠിക്കേണ്ടത്, നന്നാക്കാൻ വേണ്ടിയാകണം. നന്നാകലും നന്നാക്കലും രണ്ടാണല്ലോ. നന്നാകൽ തനിയെ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു രോഗം വന്നാൽ ചിലപ്പോൾ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തനിയെ അത് സുഖമാകും. പക്ഷെ കേടുവന്ന ഒരു സാധനം അത് തനിയെ ശരിയാവുകയില്ല, നന്നാക്കിയാൽ തന്നെ ശരിയാവും. അങ്ങനെ നന്നാക്കുവാൻ അനിവാര്യമായും എന്താണ് വേണ്ടത്? ദോഷബാധയെ കാത്തു സൂക്ഷിക്കാൻ എന്താ വേണ്ടത്? വളരെ എളുപ്പമാണ് വിഷയം, സുതാര്യവുമാണ്, എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാകുന്ന വിഷയവുമാണ്. മനുഷ്യൻ നന്നാകാൻ അനിവാര്യമായും വേണ്ടത് അവൻ സത്യസാക്ഷ്യത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഒരാൾ മുസ്ലിമാകുന്ന എപ്പോഴാണ്?
ഷഹാദത്ത് കലിമ കൽബിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുക. അങ്ങനെ വെളിവാക്കി പറയുമ്പോൾ അവൻ ലോകത്തോടും അള്ളാഹുവിൻ്റെ മുമ്പിലും സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാക്യം എന്താണ് അവൻ അള്ളാഹുവിനോട് ഏറ്റു പറയുന്നത്, എന്താണ് സമൂഹത്തെ അവൻ അറിയിക്കുന്നത്? കൽബിൽ ഉറപ്പിച്ചാൽ പോരല്ലോ, മനസ്സിൽ ഉറപ്പിച്ചാൽ പോരല്ലോ. അതെന്ത് ചെയ്യണം? നാവ് കൊണ്ട് വെളിവാക്കി പറയണം സമൂഹത്തോട്. ആ നിമിഷം മുതൽ ഓരോ സത്യവിശ്വാസിയും ഏറ്റെടുക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, ഇസ്ലാം അംഗീകരിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് ആർക്കും സംശയമില്ല. മുസ്ലിം ആകാൻ എന്താ ചെയ്യേണ്ടത്? ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ മുസ്ലിമായി. വളരെ എളുപ്പമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തു ഷഹാദ അർത്ഥം അറിഞ്ഞ് അത് പൂർണ്ണമായും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് ആ ബോധ്യം കൽബിൽ ഉറപ്പിച്ച് ആ ബോധ്യം പരസ്യമായി അള്ളാഹുവിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും ഏറ്റുപറയുമ്പോൾ ഒരാൾ മുസ്ലിമാകും. ഇതോടുകൂടി അവനിൽ അർപ്പിതമായ ബാധ്യത എന്താണ്? അവിടെയാണ് സത്യസാക്ഷ്യം ഒരാൾ ഏറ്റുപറയുന്നതോടുകൂടി അവനിൽ അർപ്പിതമായ ബാധ്യത എന്താണ്? അതോടുകൂടി അവൻ്റെ ബാധ്യതയായിത്തീരുന്ന കാര്യമാണ് ഐഷ മുസ്ലിമ എന്നത്. ആ നിമിഷം മുതൽ അവൻ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് സത്യസാക്ഷ്യത്തിൻ്റെ താല്പര്യം. അതാണ് സത്യസാക്ഷ്യത്തിൻ്റെ താല്പര്യം. ആ സത്യസാക്ഷ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമാണ് നമസ്കാരം, അതിൻ്റെ ഭാഗമാണ് നോമ്പെടുക്കൽ, അതിൻ്റെ ഭാഗമാണ് സക്കാത്ത് കൊടുക്കൽ, അതിൻ്റെ ഭാഗമാണ് ഹജ്ജ്. എന്നാൽ അത് മാത്രമാണോ? അല്ല. 5 നേരം നമസ്കരിക്കുവാൻ എത്രയാണ്? ഒരു 50 മിനിറ്റ്, 10 മിനിറ്റ് വെച്ച് കൂട്ടിക്കും. ഒരു ദിവസത്തിൽ ഒരു 50 മിനിറ്റ് നീ മാറ്റി വെച്ചാൽ ഒരാൾക്ക് ഒന്നു കൊടുത്ത് 5 നേരം നമസ്കരിക്കാനുള്ള സമയമുണ്ട്. എൻ്റെ നിർബന്ധ ബാധ്യത തീർന്നു നമസ്കാരവുമായി ബന്ധപ്പെട്ട. സക്കാത്ത് കൊടുക്കാൻ അവൻ്റെ ഹൗലെത്തി നിസാബ് കണക്കാക്കി ഒരു വർഷത്തിൽ ഒരു ദിവസം അത് മൊത്തം കൊടുത്താൽ ബാധ്യത തീർന്നു. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ഇബാദത്താണ് സക്കാത്ത്. ഒരു വർഷത്തിൽ ഒരു സമയം കൊണ്ട്, ഒരു ദിവസവും വേണ്ട, ഒരു സമയം കൊണ്ട് തീർക്കാവുന്ന ഇബാദത്താണ് സക്കാത്ത്. നോമ്പ് 12 മാസക്കാലമുണ്ട്. ഒരു മാസം നോമ്പെടുത്താൽ മതി, ബാക്കി 11 മാസവും നോമ്പ് നിർബന്ധമില്ല. ഇതൊക്കെ ടൈം ലിമിറ്റഡാണ്. ഇത് മാത്രമാണ് ഇസ്ലാം. എന്നാൽ ഇസ്ലാമിലെ ഒന്നാമത്തെ അനുഷ്ഠാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള. ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളൊക്കെ എത്ര ഗൗരവം അതിന് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്ന് ഉണർത്തുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് കേവലം ഒരു പ്രാവശ്യം നാവ് കൊണ്ട് ഉരുവിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു മന്ത്രോച്ചാരണമല്ല. അത് ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞാൻ സത്യസാക്ഷ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ലാതെ ഒരു നിമിഷവും ജീവിച്ചിരിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. അവൻ്റെ ഉറക്കിലും ഉണർവിലും അവൻ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനമാണ് സത്യസാക്ഷ്യം. ഒരു സത്യവിശ്വാസി ഉറങ്ങുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, അവൻ ഉണരുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, അവൻ്റെ ബെഡിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കണം. അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും നോക്കിയാൽ ഇസ്ലാമിൻ്റെ നിർവചനങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കച്ചവടം മുസ്ലിമായിട്ടായിരിക്കണം, അവൻ്റെ വീട്ടിൽ നിന്നുള്ള പുറപ്പാട് മുസ്ലിമായിട്ടായിരിക്കണം, അവൻ ടോയ്ലറ്റിൽ പോകുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, ആ വെള്ളം കൈകൊണ്ട് എടുക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കുടിച്ചത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുന്ന മുസ്ലിമായിട്ടായിരിക്കണം. അവൻ്റെ ഓരോ വ്യവഹാരങ്ങളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അവൻ ഏറ്റെടുത്ത ബാധ്യതയ്ക്ക് അനുസൃതമാകണം. എന്താ എൻ്റെ താല്പര്യം? അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? അഷ്ഹദു, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷീകരിക്കും, സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ ആരാധനകൾക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക്, പ്രാർത്ഥനകൾക്കെല്ലാം അർഹൻ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു മാത്രമാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കും. വ അഷ്ഹദു, വീണ്ടും ഞാൻ സാക്ഷീകരിക്കും. എന്ത്? അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് എന്നിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനാണ്, എന്നിലേക്ക് ഒരു ദൗത്യവുമായി വന്ന ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ മാതൃക വേണം. അള്ളാഹുവിൻ്റെ റസൂലിനെ വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ച്
അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ള പ്രതിജ്ഞയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ഏത് സമയത്ത് ഒഴിവാക്കാൻ പറ്റും? മറ്റിതര ആരാധന പോലെയല്ല, നമസ്കാരം പോലെയല്ല, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, സക്കാത്ത് പോലെയല്ല. അത് ഒഴിവായ സത്യസാക്ഷ്യത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു നിമിഷവും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിൻ്റെ സർവ്വമാന വ്യവഹാരങ്ങളും സത്യസാക്ഷ്യത്തിന് അനുസൃതമാകണം. അതിന് വിരുദ്ധമായ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ സാക്ഷാത്കാരമാണ് നമസ്കാരം, അതിൻ്റെ സാക്ഷാത്കാരമാണ് നോമ്പ്, അതിൻ്റെ സാക്ഷാത്കാരമാണ് ഓരോ പ്രവർത്തനങ്ങളും. എന്തിനേറെ നിൻ്റെ സഹോദരനെ കാണുമ്പോൾ തബസ്സുമുക ഫീ വജ്ഹി അഖീക, നിൻ്റെ സഹോദരനെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നീ നൽകുന്ന പുഞ്ചിരി പോലും സ്വതക്കയാണ് എന്ന് പറഞ്ഞത് അള്ളാൻ്റെ റസൂലിനെ പിൻപറ്റുന്നതിൻ്റെ ഭാഗമാണ്. ഏത് രംഗത്താണ് മാതൃകയില്ലാത്തത്? അതാണ് ഇതര സമൂഹങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഒരു മുസൽമാൻ്റെ സർവമാന വ്യവഹാരങ്ങളും, അവൻ്റെ നോട്ടം, ഇരുത്തം, കിടത്തം എല്ലാം 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 ഡിഫൈൻഡാണ്. എല്ലാത്തിനും കൃത്യമായ ഗൈഡൻസ് ഉണ്ട്. ആ ബാധ്യത ഏറ്റെടുക്കുന്ന പ്രഖ്യാപനമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള പ്രഖ്യാപനം കൊണ്ട് അന്വർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അൽ ഇസ്ലാം അല്ലേ? റസൂലുള്ളാഹിയുടെ അടുക്കെ ജിബ്രീൽ വന്ന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി വന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കല്ലോ, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താണ്? ഒന്നാമത് പറഞ്ഞ മറുപടി ഇതാണ്: നീ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ഫൗണ്ടേഷൻ. ആ അടിത്തറയിലാണ്. അത് നീ അംഗീകരിച്ചാൽ മുസ്ലിമായി നീ ജീവിക്കുവാൻ തയ്യാറാണോ എങ്കിൽ നിൻ്റെ മേൽ വരുന്ന നിർബന്ധ ബാധ്യതയാണ് എന്ത്? 5 വഖത്ത് നമസ്കാരം, സക്കാത്ത്, റമദാനിൽ നോമ്പ്, ഹജ്ജ്. ഇതെല്ലാം അനുബന്ധമായി വരുന്ന ബാധ്യതകളാണ്. അപ്പം ഇത് അനുഷ്ഠിക്കാൻ അല്ലേ? നമസ്കാരത്തെ പറഞ്ഞില്ലേ 50 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. കുറച്ച് സമയം ഒരു വർഷത്തിൽ മാറ്റി വെച്ചാൽ സക്കാത്ത് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാം. സത്യസാക്ഷ്യം എപ്പോഴൊക്കെ അനുഷ്ഠിക്കേണ്ടത്? സത്യസാക്ഷ്യം അനുഷ്ഠിക്കേണ്ട എപ്പോഴാണ്? അവൻ ഉറങ്ങുന്നത് മുസ്ലിമായിട്ടായിരിക്കണം. ഉറക്കിൽ നിന്ന് ഇടയ്ക്ക് ഉണർന്നാൽ എന്ത് ചെയ്യണം? അത് മുസ്ലിമായിട്ടായിരിക്കണം. ഉറക്ക് തീർന്ന് ഉണർന്ന് എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? ഒരു നിമിഷം പോലും, ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും നീ മുസ്ലിമായിട്ട് ജീവിക്കണം. അതാണ് അനുഷ്ഠാന കാര്യങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഇനിയിപ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ലോ അല്ലേ? നിർബന്ധ കാര്യങ്ങൾ അല്ലേ, എസൻഷ്യൽ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്തൊക്കെ വന്ന് അതല്ല. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു നിമിഷവും ഒഴിവില്ലാത്ത അനുഷ്ഠാനമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ അനുഷ്ഠാന കാര്യങ്ങളിൽ ഏറ്റവും പ്രയാസകരമായതും അതുതന്നെയാണ്. ബാക്കിയൊക്കെ എളുപ്പമാണ്, ബാക്കിയെല്ലാം എളുപ്പമാണ്. മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രയാസം. ആ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് അനുബന്ധമായി ഈ കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, നോമ്പുമായിട്ടെന്താ ബന്ധം? സത്യസാക്ഷ്യത്തിന് നോമ്പുമായുള്ള ബന്ധം എന്താണ്? അതോടെ പറഞ്ഞാൽ എൻ്റെ വിഷയം തീരും അല്ലേ? ഞാൻ ഓതി വെച്ച ആയത്ത് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഈ ആയത്തെ പലപ്പോഴും ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ പലരും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഈ ആയത്തിന് ആ സന്ദർഭവുമായി എന്ത് പ്രസക്തിയാണുള്ളതെന്നാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള വചനങ്ങളിലാണ് നോമ്പിനെക്കുറിച്ച് സവിസ്തരമായി പ്രതിപാദിക്കുന്നത്. റമദാനിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുർആനിൽ ഈ ഒരു പരാമർശമേ ഉള്ളൂ. സൂറത്തുൽ ബഖറയിലെ 173 മുതൽ 187 വരെയുള്ള വചനങ്ങൾ. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിനകത്ത് നോമ്പിനെക്കുറിച്ച് മ എന്ന രസം പറയുന്നില്ല. തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ നോമ്പിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷമുള്ള സുദീർഘമായൊരു വചനം നോമ്പിൻ്റെ ഹക്കാമുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിനിടയിൽ വരുന്ന ഈ വചനത്തിൽ നോമ്പിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് പലരും സംശയം ഉന്നയിക്കുന്നത്, ഇതിന് ഈ ആയത്തിൻ്റെ ഇടയിൽ എന്ത് പ്രസക്തി? എന്നാൽ ഈ ആയത്തിൻ്റെ ഇടയിൽ പ്രസക്തി ഈ ആയത്തിന് മാത്രമേ ഉള്ളൂ. നാം മനസ്സിലാക്കണം.
ഇതിൻ്റെ പ്രസക്തി ഇല്ലെങ്കിൽ നോമ്പിന് പ്രസക്തി ഇല്ലാതെ തീരും. ഇതാണ് എൻ്റെ പ്രസക്തിയുടെ ഏറ്റവും മുഖ്യ കാരണം. എന്താ എൻ്റെ അർത്ഥം എന്താണ്? ഈ അലക്ക പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ ദാസന്മാർ, എൻ്റെ അടിയാറുകൾ പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ, അന്നീ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, അലക്ക ഇബാദി അന്നീ പ്രവാചകരെ താങ്കൾ മറുപടി പറയണം, ഫഇന്നീ ഖരീബ് അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ് ഞാൻ, എൻ്റെ ദാസനിലേക്ക് ഏറ്റവും അടുത്തവനാണ് ഞാൻ. എങ്ങനെ? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, ഉജീബു ഞാൻ ഉത്തരം നൽകുന്നതാണ്, ദഅവത്തദ്ദാഇ എന്നെ വിളിച്ച് ദുആ ഇറക്കുന്നവനോട്, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ഫൽയസ്തജീബു ഇദാ ദഅാൻ, എപ്പോഴാണ് കണ്ടീഷൻ പറഞ്ഞു, അവൻ എന്നെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, എന്നോടാണ് അവൻ ദുആ ഇറക്കുന്നതെങ്കിൽ അവന് ഞാൻ ഉത്തരം നൽകിയിരിക്കും. ആ കാര്യം അവർക്ക് അറിയിച്ചു കൊടുക്കണമെന്നാണ്. എന്നെക്കുറിച്ച് ചോദിക്കുന്ന എൻ്റെ അടിയാറുകൾക്ക് ഈ കാര്യം, എൻ്റെ അടിയാറുകൾ എന്നോടാണ് ദുആ ഇറക്കുന്നതെങ്കിൽ അവന് ഞാൻ ഉത്തരം നൽകിയിരിക്കും. അതുകൊണ്ട് ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അതുകൊണ്ട് ഉത്തരം തേടുന്നവർ എന്നോട് ഉത്തരം തേടിക്കൊള്ളട്ടെ, ദുആയ്ക്ക് ഉത്തരം ആവശ്യമുള്ളവർ എന്നോട് ഉത്തരം തേടിക്കൊള്ളട്ടെ. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, എന്നിൽ മുറപ്രകാരം വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഈമാൻ അതാണ്, വെറും വിശ്വാസമല്ല. ഈമാൻ എന്ന് പറയുന്നത് മുറപ്രകാരമുള്ള വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മുറപ്രകാരം അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്തുകൊള്ളട്ടെ. എങ്കിൽ ലഅല്ലഹും യർശുദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചവരായേക്കാം. അപ്പം നേർമാർഗം പ്രാപിക്കാനുള്ള ഉപാധിയും അതാണ്. മറ്റേത് വഴിയെ പോയാലും നേർമാർഗത്തിലെത്തൂല. അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് അർപ്പിക്കുന്ന, വൈബിയായ ഏതൊരു സഹായവും അള്ളാഹുവിനോട് മാത്രം തേടുന്ന, അല്ലേ? എന്താ വൈബിയായ സഹായം? അഭൗതികമായ അദൃശ്യമായ സഹായം. എവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടുക നമുക്കറിയില്ല. അത് ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലേ? ആൾമറയില്ലാത്ത കിണറിൻ്റെ അരികത്ത് നമ്മുടെ കുട്ടി, ഒരു വയസ്സായ കുട്ടി വേച്ച് എന്ന് കിണറിൻ്റെ വക്കത്തെത്തിയാണ് നിൽക്കുമ്പോൾ ദൂരേന്ന് നമ്മൾ കാണുകയാണ്. ആ കുട്ടി ഒരു പക്ഷേ എന്താവും, തൊട്ടടുത്ത നിമിഷം കിണറിലേക്ക് വീഴാം. ഇനി വീണാലും വീണില്ലെങ്കിലും അവിടെ ഒരു വൈബിയായ സഹായം വേറെ ആരോട് സഹായിക്കാനില്ല. ആ വൈബിയായ സഹായം, എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് തേടുന്ന ആ വൈബിയായ സഹായം ഒരു പടപ്പിനോടും തേടാൻ പാടില്ല. ഇതാരോട് മാത്രമേ തേടാവൂ? അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ. അതാണ് വൈബിയായ സഹായം. നിസ്സാര കാര്യങ്ങളിലും അള്ളാഹിൻ്റെ തൗഫീഖ് കൂടാതെ ഒന്നും നടക്കുകയില്ല. എനിക്കിവിടെ നിന്നതുപോലെ സംസാരിക്കണമെങ്കിൽ, നിങ്ങൾക്കിതുപോലെ കേട്ടിരിക്കണമെങ്കിൽ, ഏത് കാര്യത്തിനും ഒരു വൈബിയായ തൗഫീഖ് വേണം. ആ തൗഫീഖ് ഒരു പടപ്പിനോട് ചോദിക്കാൻ പാടില്ല, പടച്ച തമ്പുരാനോട് മാത്രമേ ചോദിക്കാവൂ. അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. നോമ്പെടുക്കുന്നവനുമായിട്ടെന്താ ബന്ധം? നോമ്പെടുക്കുന്ന വ്യക്തിയും ഈ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ നോമ്പ് ബാത്തിലാണ്, അല്ലേ? ഞാൻ നോമ്പെടുക്കുന്നത് പടച്ചവൻ്റെ ഗുരുത്വവും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ്, ഒരു പടപ്പുകളുടെയും ഗുരുത്വവും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടല്ല എന്ന ദൃഢബോധ്യത്തോട് കോടിയല്ലെങ്കിൽ നോമ്പ് ബാത്തിലാണ്. അതാണ് ഈ ആയത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ റംസാനിൽ നോമ്പെടുക്കുന്നുവെങ്കിൽ, അള്ളാഹ്ക്കാണ് നിങ്ങൾ ഇബാദത്ത് അർപ്പിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ ഇരവ്, നിങ്ങളുടെ ദുആ അതെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണേ. ഖാലിസായ ഇബാദത്ത് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു ഇബാദത്ത്, ഖാലിസായ ഇബാദത്ത് എന്താ? അള്ളാഹ്ക്ക് മാത്രമായ, ഒരു പടപ്പിൻ്റെയും ഗുരുത്വവും പൊരുത്തവും ആഗ്രഹിക്കാതെ, പടപ്പ് ആരുമായിക്കൊള്ളട്ടെ, പടപ്പ് പടപ്പ് തന്നെയാണ്. പടച്ചവനല്ലാത്തതെല്ലാം പടപ്പാണ്. അവരാരുമായിക്കൊള്ളട്ടെ, പടപ്പുകളോടല്ല പടച്ചവനോടാണ് തേടേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദും മജീദ്. ഊസിക്കും അയ്ളൻ ബിതഖ്വല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ജീവിതത്തിൻ്റെ സമഗ്ര തലങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചും സർവമാന നേർച്ചകളും വഴിപാടുകളും അവന് മാത്രം അർപ്പിച്ചും ഖാലിസായ മുഅ്മിനുകളായി, മുവഹിദുകളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയും
ഉപദേശിക്കുകയും ചെയ്യുന്നു. റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായ ഒരു പള്ളി. ഇവിടെ വന്നപ്പോൾ തന്നെ റമദാനിൻ്റെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ഉണർത്താനുള്ള ഒരു കാര്യം, ഇതുപോലെ എത്രയോ ദൂരെ നിന്ന് വെള്ളിയാഴ്ചകളിൽ ഖുത്ബ നിർവഹിക്കുവാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ഇവിടെ വരിക. എൻ്റെ പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഇബ്രാഹിം കുട്ടി സാഹിബ്, അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം ഉള്ളവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിൻ്റെ ഗൗരവത്തോടു കൂടി എൻ്റെ ശ്രോതാക്കൾ അതൊന്ന് മുഖവിലേക്ക് എടുക്കണേ. വെള്ളിയാഴ്ച ഒരു കുറച്ച് സമയം, ജുമാ നിർബന്ധമാണെന്ന് നമുക്കറിയാം, നിർബന്ധമായി നിങ്ങൾ ഖുത്ബയ്ക്ക് മുമ്പ്, ഖുത്ബ ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്താൻ ഒരു 30 മിനിറ്റോ 35 മിനിറ്റോ കൊണ്ട് തീരുമല്ലോ, അതിനൊരു മനസ്സുണ്ടാകണേ എന്ന് വളരെ താഴ്മയായി വിനയത്തോടു കൂടി, അല്ലെ ഉപദേശിക്കുകയല്ല എങ്കിലും ഒരു ഗുണകാംക്ഷയോടുകൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഞാൻ ഇതിനു മുമ്പ് വെള്ളിയാഴ്ച വന്നിരുന്നു, അന്ന് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് റമദാനൊക്കെ വരവേൽക്കാനിരിക്കുന്നുണ്ടാകും, അതിനേക്കാൾ ശുഷ്കമാണ്. ഇനി എല്ലാ ആഴ്ചയിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകരുത്. എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പള്ളിയോട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ പിന്നിൽ എത്രയോ ത്യാഗികളുടെ ത്യാഗമുണ്ട്. അതൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതുകൊണ്ട് കേവലം 2 റക്അത്ത് നമസ്കരിക്കാനല്ല പള്ളിയിൽ വരേണ്ടത്, ഖുത്ബ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഖുത്ബയ്ക്ക് മുമ്പ് എങ്കിൽ മാത്രമേ നമ്മൾ മലക്കുകൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡിൽ നമ്മുടെ പേര് വരണമെങ്കിൽ മിമ്പറിലേക്ക് ഇമാമ് കയറുന്നതിന് മുമ്പ്, ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് പ്രവേശിച്ചവർ മാത്രമേ ഇന്നത്തെ ജുമയിൽ പങ്കെടുത്ത ഒരു ലിസ്റ്റിലുണ്ടാവുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ആ തിരുനാവ് കൊണ്ട് പറഞ്ഞ പച്ചയായ സത്യമാണ്. അതുകൊണ്ട് ആ പുണ്യം നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങളെല്ലാവരും ഒന്ന് ഉണരണം, ജാഗരൂകരാകണം. വരാത്തവരോട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. ജുമയ്ക്ക് നേരത്തെ എത്തുവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുണർത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയവുമായി ഞാൻ പറഞ്ഞുവല്ലോ, അഖീദയിൽ പഴച്ചാൽ എന്താവും? അമലുകൾ ബാത്തിലാണ്. പഴയ തലമുറയിലെ കാരണന്മാർ പറയാറുള്ള ഒരു വർത്താനമാണ്. വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചാൽ എന്താണ്? ഏത് അമലാണെങ്കിലും, ഹജ്ജാണെങ്കിലും, റമദാനിലെ നോമ്പാണെങ്കിലും, സക്കാത്താണെങ്കിലും, നമസ്കാരമാണെങ്കിലും, അഖീദ ശരിയല്ലെങ്കിൽ അമൽ ബാത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ സുമറിൽ അള്ളാഹു അതല്ലേ പറയും, നേർക്കുന്നേർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഏതെങ്കിലും വിശ്വാസത്തിൽ പിഴവുണ്ടാകുമെന്നോ കർമ്മങ്ങളിൽ ദോഷം ഉണ്ടാകുന്നില്ല. ആ ഗൗരവം അത്രയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നേർക്കുന്നേർ അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ. 2 ആയത്തുകൾ അല്ലേ? പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അഖിലമാന പ്രവാചകന്മാർക്കും ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. എന്ത്? ലഇൻ അശ്റക്ത, താങ്കളിൽ തന്നെയാണെങ്കിലും അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന, അല്ലാഹ് അല്ലാത്തവർക്ക് ഇബാദത്തുകൾ സമർപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിപ്പോയാൽ, ശിർക്ക് സംഭവിച്ചു പോയാൽ, താങ്കളിൽ തന്നെയാണെങ്കിൽ അഫ്ദലുൽ ഖൽഖാണ്. അള്ളാഹുവിൻ്റെ റസൂലിൽ ശിർക്ക് വരില്ല എന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്താനാണ് റസൂലുള്ളാഹി നേർക്കുനേരെ വിളിച്ചത്. താങ്കളിൽ തന്നെയാണെങ്കിലും ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ തന്നെയാണെങ്കിലും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകുന്ന. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റമദാനിൽ പ്രധാനുഷ്ഠിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പടപ്പുകളോട് തേടുന്ന അവസ്ഥയൊക്കെ വന്നു പോയാൽ എന്ത് സംഭവിക്കുന്നതായി പറയുന്നത് അല്ലേ? റമദാനിനെ വരവേക്കുന്നേക്കാൾ ആവേശത്തോടു കൂടി വരവേക്കുന്നത് പനിയുടെ രാവിനെയാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? അല്ലേ? അതിനുള്ള ആവേശം എത്രയാണ് മഹല്ലുകളിൽ? അന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എത്രയാണ്? എന്തിനു വേണ്ടിയാണ്? പടപ്പുകളെ വിളിച്ച് തടാൻ വേണ്ടിയാണ്. നഊദു ബില്ലാഹ് അല്ലേ? അപ്പം തീർച്ചയായും ദീനിൻ്റെ ഒരു സ്രോതസ്സുണ്ട്, അതിൽ നിന്നാണ് പഠിക്കേണ്ടത്. നേർക്ക് നേരെ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നുമാണ് ദീൻ പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാൽ അതിന് കഴിയുകയില്ല. ഈ ചെയ്യുന്ന ഓരോ ഏർപ്പാടും അള്ളാഹു നമുക്ക് നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകാശനമാണ്. ഏത് ഇബാദത്തും അല്ലേ? ഇബാദത്ത് മുഴുവനും അള്ളാഹ്ക്കുള്ള ശുക്രാണ്, നന്ദി അല്ലേ? അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തുക, അള്ളാഹുവെ നന്ദി എന്ന് പറയലല്ല, അവനെ മാത്രം ആരാധിക്കുന്നത്. തൊട്ടടുത്ത ആയത്തിൽ അതല്ലേ പറഞ്ഞു ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ.
പക്ഷേ നീ ചെയ്യേണ്ടത് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക. അങ്ങനെയോ വക്കും മിനശാക്കിരി, അങ്ങനെ നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന്. അള്ളാഹിനോട് നന്ദിയുള്ളവരാകണോ? നമ്മുടെ ഇബാദാത്തുകൾ, തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, ഇരവുകൾ എല്ലാം 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 അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരുക. നോമ്പിൻ്റെ താല്പര്യവും അത് തന്നെയാണ്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തസ്കുറൂൻ. ഒരു മാസം പട്ടിണി എടുക്കാനല്ല പറഞ്ഞത്, കേവലം പട്ടിണി എടുക്കാനാണോ? എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കാൻ പറഞ്ഞത്? അള്ള ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനാണ്. നിങ്ങൾ നന്ദിയുള്ള ദാസന്മാരാകുവാനാണ്. വലി തുക്കബ്ബിറുല്ലാഹ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും, അലാമാ ഹദാക്കും, അവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ. ഈ ഗ്രന്ഥം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് ദർശനവിനുണ്ടാകുന്ന പിൻപറ്റാൻ പോകുന്ന സമൂല തലങ്ങൾ A to Z, അലിഫ് മുതൽ യാ വരെയുള്ള ഒരു മുസൽമാൻ്റെ സർവമാന വ്യവഹാരങ്ങൾക്കുമുള്ള മാർഗദർശനം വിശുദ്ധ ഖുർആനാണ്. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നാം എന്തിനാണ് പിൻപറ്റിയവന്നെ? ഒന്നുമില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾ ലാല്ലക്കും വലാല്ലക്കും തസ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകണം. അതിനാണ് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് അർപ്പിക്കുവാൻ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സവിസ്തരമായി പറയുമ്പോൾ ഒരു സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഖുത്ബയുടെ ദൈർഘ്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എല്ലാ മുൻകാല സച്ചരിതരായ പണ്ഡിതന്മാരും ഇത് തന്നെ പഠിപ്പിച്ചത്. കാലഘട്ടത്തിൻ്റെ ഈ കാലം ദൈർഘ്യമായപ്പോൾ ഫതാവല അലൈഹിമുൽ ഉമർ എന്ന് പറഞ്ഞില്ലേ, കാലം ദീർഘിച്ചു പോയപ്പോൾ ഇബ്ലീസ് നടത്തിയ കൈകടത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പടപ്പുകളോടൊക്കെയുള്ള തേട്ടൊക്കെ വന്നത് അല്ലേ. ഉത്തമ നൂറ്റാണ്ടിലൊന്നും അതില്ല. പിന്നീട് ഇബ്ലീസ് തന്ത്രപൂർവ്വം കളിച്ചതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ അധ്യാപനങ്ങളുടെ വശംബദ്ധരായി ഇതിനേക്ക് കൂത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടായത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ പുറത്തു വരുമാറാകട്ടെ. സത്യം സത്യമായി അറിയുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും, അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനുമുള്ള വിശാലമായ അറിവും മനസ്സും തൗഫീഖും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുവാനാണ്. ഈ റമളാനിൻ്റെ ചൈതന്യം ശരിയായ അർത്ഥത്തിൽ ആർജിക്കുവാനും ശരിയായ അർത്ഥത്തിൽ മുവഹിദുകളായി മുഖലിസുകളായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീഡനങ്ങൾക്ക് വിധേയരായ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ ജനതയ്ക്ക് സ്വൈരജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം മൂലവും മാരകമായ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരും അല്ലാത്തതുമായ എല്ലാ രോഗികൾക്കും രോഗശമനവും ആരോഗ്യവും ഈമാൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് ജംനാത്തുൽ ഫിർദൗസിൽ സംഗമിക്കുവാനുള്ള സൗഭാഗ്യവും അവർക്കും നമുക്കും റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا